ഹലോ ഹായ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു പുതിയ വിഷയം പറയുകയാണ്. പുതിയ വിഷയമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ശബരിമലയിലെ പോകുന്ന റൂട്ടിനെ പറ്റിയാണ്. കാരണം പലരും ഞാൻ സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് ശബരിമല എന്ന് പറയുമ്പോൾ എരുമേലി വഴിയാണല്ലോ പോകുന്നതെന്ന്. സത്യത്തിൽ ഞാനത് കുറച്ച് മനസ്സിലാക്കിയപ്പോൾ എരുമേലി വഴി ശബരിമല പോകുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവരാണ്. വടക്ക് ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ് ഉള്ളവരും വരുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ് അങ്ങനെയൊക്കെയുള്ള മാക്സിമം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നവർ എരുമേലി വഴിയാണ് വരുന്നത്. അല്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് വരുന്ന ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ ആലപ്പുഴ അങ്ങനെ വരുന്നവരൊന്നും എരുമേലി വഴി വരേണ്ട കാര്യമില്ല. എരുമേലിയിൽ വരുമ്പോൾ അത് വേറെ റൂട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിയാവുന്നവർ ധാരാളം പേരുണ്ട്. അറിയാവുന്നവർക്ക് ബോറടി ആയിരിക്കാം, പക്ഷേ അതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എരുമേലി, പത്തനംതിട്ട, പമ്പ ഇതൊരു ത്രികോണ രീതിയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ എരുമേലിക്ക് പോകുമ്പം, അതായത് വടക്കോട്ട് പോകുമ്പോൾ ഒരു 5.5 കിലോമീറ്റർ കഴിയുമ്പം മണ്ണാറക്കുളഞ്ഞി എന്ന് പറഞ്ഞൊരു സ്ഥലം വരും. മണ്ണാറക്കുളഞ്ഞിയിൽ നിന്ന് കിഴക്കോട്ട് പോയാൽ, അതായത് പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പം വലത്തോട്ട് പോയാൽ പമ്പ എന്ന് പറയുന്ന നമ്മൾ ശബരിമലയ്ക്ക് പോകാനുള്ള സ്ഥലത്ത് ചെല്ലും. ആ റൂട്ടിൽ എരുമേലിയിൽ നിന്ന് വരുന്ന സ്ഥലത്തു നിന്ന് വരുന്ന റൂട്ടും ഇലവുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യും. ഇലവുങ്കൽ എന്ന് പറയുന്നത് ഒരു കോമൺ പോയിൻ്റാണ്. അപ്പം പത്തനംതിട്ട നിൽക്കുന്ന ഒരാൾ പമ്പയ്ക്ക് പോകുന്നതിന് എരുമേലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി എരുമേലി അമ്പലങ്ങളിൽ പോകാനും അവിടുത്തെ ബാവരുപള്ളി പോകാനും ഒക്കെ ആണെങ്കിൽ പിന്നെ എരുമേലി പോയിട്ട് പിന്നെ ഇലവുങ്കൽ വഴി പമ്പയ്ക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇലവുങ്കൽ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് പത്തനംതിട്ടയ്ക്ക് പോകണോ എരുമേലിക്ക് പോകണോ എന്നുള്ള പോയിൻ്റ് വരുന്നത്. പിന്നെ എരുമേലിയിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ് മുണ്ടക്കയം. എരുമേലിയിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിൽ പോകുമ്പോഴാണ് കാഞ്ഞിരപ്പള്ളി വരുന്നത്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു 5.5 കിലോമീറ്റർ മണ്ണാറക്കുളഞ്ഞിൽ നിന്ന് ഒരു 37-38 കിലോമീറ്റർ വരുമ്പോൾ ഇലവുങ്കൽ വരും. ഇലവുങ്കൽ നിന്ന് 21 കിലോമീറ്റർ കിഴക്കു ഭാഗത്തോട്ട് പോകുമ്പോഴാണ് പമ്പ വരുന്നത്. പമ്പയിൽ നിന്ന് പിന്നെ ശബരിമലയ്ക്ക് പോകുന്നത്. ഏകദേശം ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ്, 1/2 കിലോമീറ്ററിനൊക്കെ ഉള്ള വ്യത്യാസങ്ങളെ വരുത്തുള്ളൂ. പത്തനംതിട്ടയിൽ നിന്ന് റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് എരുമേലിക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന സിമ്പിളായിട്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കെച്ചിൽ നിന്ന് ഏകദേശ രൂപം നമുക്കിതിൽ നിന്ന് കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എന്ന് പറയാം ചെയ്യുന്നത്. ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്ന പലർക്കും ഡൗട്ടുകൾ മാറിക്കിട്ടും. അപ്പോൾ അവർക്കൊരു ഏകദേശ ഐഡിയ ഇതിനകത്തു നിന്ന് കിട്ടും. പിന്നെ സാധാരണ എല്ലാവരും ചെങ്ങന്നൂരാണ് ട്രെയിനിലുമൊക്കെ വന്ന് ഇറങ്ങാറുള്ളത്, വടക്കുനിന്ന് വരുന്നവർ. അവരും പത്തനംതിട്ടയ്ക്കാണ് വരുന്നത്. പത്തനംതിട്ട വഴി പോകും. പിന്നെ റാന്നിയിൽ നിന്ന് വേറെ ചില ബൈ റൂട്ടൊക്കെ ഉണ്ട്. എന്തായാലും വടക്ക് ഭാഗത്തുള്ള, കേരളത്തിന് വടക്ക് ഭാഗത്തുള്ളവരാണ് കൂടുതലും എരുമേലി വഴി വരുന്നത്. അതുവഴിയാണ് നമ്മൾ വരേണ്ടത്, വേറെ വഴിയില്ല. ചെറിയ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണും, ഇഷ്ടപ്പെടാത്തവരും കാണും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. താങ്ക് യു.